കണികണ്ടും കൈനീട്ടം നൽകിയും വിഷു ആഘോഷിച്ച മലയാളികൾ കാർഷിക കാലത്തിന്റെ ഗതകാല സ്മരണയ്ക്കൊപ്പം വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് വിഷു. തെക്കൻ ജില്ലകളിൽ ക്ഷേത്രങ്ങളിലെല്ലാം കണി ദർശനത്തിന് പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. നന്മയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതുവർഷത്തിലേക്ക് കൂടിയാണ് മലയാളികൾ കണികണ്ടുണർന്നത്. സാധാരണ മേടമൊന്നിനാണ് വിഷുവെങ്കിലും ഇത്തവണ ജ്യോതിഷശാസ്ത്രപ്രകാരം 2-നാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു ക്ഷേത്രങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്ക് തുടങ്ങിയ കണിദർശനം 4 മണി വരെ നീണ്ടുനിന്നു. തിരക്കുണ്ടായിരുന്നു. പൊതുവെ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം, അത്രേ ഉള്ളൂ. ഉഷാറാണ്. ക്യൂ ഉണ്ടായിരുന്നു, തൊഴാൻ പറ്റി. വിഷുക്കണിയൊക്കെ ഒരുക്കിയായിരുന്നു. വീട്ടിനടുത്തുള്ളടത്ത് പോയി ഇനിയിപ്പോൾ ഇവിടെ കയറണം, തൊഴണം. അത്യാവശ്യം തിരക്കുണ്ട്. വീട്ടിൽ കണി കണ്ടിട്ട് അമ്പലത്തിൽ പോകാറാണ് പതിവ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തരും ക്ഷേത്ര ദർശനത്തിനായി തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരുന്നു. ദർശനം കഴിഞ്ഞു. നല്ല തിരക്ക്. ഇന്നത്തെ ദിവസം കൊള്ളാം, നല്ല തിരക്കുണ്ട്. ഞാൻ ക്ഷേത്രത്തിലെ ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ വർഷം പോയിരുന്നു. ഈ പ്രാവശ്യം പോകാൻ വേണ്ടി ഇരിക്കുന്നു. പത്മനാഭസ്വാമി ഇപ്പോൾ ഈ പ്രാവശ്യം അല്ലാത്ത എല്ലാ വർഷത്തേക്കും ഭയങ്കര തിരക്ക്. തൊഴാൻ പറ്റില്ല, ഭയങ്കര ദർശനം, ഭയങ്കര ആള് തിരക്ക്. ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല, എല്ലാ പ്രാവശ്യം ഇല്ല, കഴിഞ്ഞ വർഷം വന്നായിരുന്നു. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം, വർക്കല ജനാർദ്ദന ക്ഷേത്രം എന്നിവിടങ്ങളിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ജനം, തിരുവനന്തപുരം.